ആ കുട്ടനോ? വാ കുട്ടനടി. മാഷെ, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നല്ലോ, പിന്നെ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എന്തിനു ഫോൺ എടുക്കണം? മാഷെ, നിങ്ങളുടെ പ്രശ്നം എന്ത്? കുട്ടനറിയാവോ നമുക്ക് എത്ര സീറ്റുണ്ട് ഈ ഇലക്ഷനിൽ? മാഷെ, 30 അല്ലേ? എന്ത് പറ്റി? അപ്പം നമുക്ക് ഒരു 8 മന്ത്രിമാരെങ്കിലും തരണ്ടേ? ശരിയല്ലേ? അതല്ലേ കറക്റ്റ്? എത്ര മന്ത്രിമാരെ തരാന്ന് പറഞ്ഞു? 4 മന്ത്രിമാര്. ഫോൺ എൻ്റെ പട്ടി എടുക്കും. നിങ്ങൾ വേഗം എന്തെങ്കിലും തീരുമാനിച്ച് വിളിച്ച് പറയാന്നോ? ഇത്ര വേഗം എന്തിനാ? പതുക്കെ മതി, എല്ലാം പതുക്കെ മതി. അല്ല, ഇലക്ഷന് മുമ്പേ നിങ്ങൾ പറഞ്ഞത് മന്ത്രിസ്ഥാനം വേണ്ട, ജനസേവനം മാത്രം മതി എന്നല്ലേ? മോനെ കുട്ട, ഈ അധികാരത്തിൻ്റെ ലഹരിയില്ലേ, അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അതൊരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാതെ നടക്കില്ല. അപ്പൊ ഉള്ള കാലം മുഴുവൻ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നടക്കണം? എൻ്റെ കുട്ട, ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മന്ത്രിയായി തന്നെ മരിക്കണമെന്ന്. ഈ ലഹരിയൊക്കെ പാവം അണികൾക്കും പറ്റുമല്ലോ. കുട്ട, പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും ഒക്കെ അണികൾ വേണ്ടേ നമുക്ക്? അപ്പോ നിങ്ങളുടെ കാലശേഷം നടക്കുമല്ലോ? അതെങ്ങനെയാ കുട്ട? എൻ്റെ കാലശേഷം എൻ്റെ മക്കളുണ്ട്, എൻ്റെ മരുമക്കളുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ? ഹലോ, എന്ത് തീരുമാനം? 8 മന്ത്രിമാര്. വകുപ്പിൽ ഒരു മാറ്റമില്ല, പറഞ്ഞ വകുപ്പുകൾ എങ്കിൽ മാത്രമേ ഉള്ളു. അപ്പം ശരി. മാഷെ, ഫോൺ കട്ടാക്കിയോ? അല്ല പിന്നെ, ഞാൻ ചോദിച്ചത് വിദ്യാഭ്യാസം, ജലസേചനം, ധനകാര്യം. ഇതൊന്നും തന്നില്ല. അല്ല മാഷെ, നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? അപ്പോൾ എൻ്റെ പൊന്നുകുട്ട, അത് മാത്രം വേണ്ട. അല്ല മാഷെ, ആരോഗ്യ മേഖല ശരിയല്ലെന്ന് പറഞ്ഞ് നമ്മൾ സമരമൊക്കെ ചെയ്തില്ലായിരുന്നു? എൻ്റെ കുട്ട, ഈ സമരവും പ്രഖ്യാപനങ്ങളും ഒക്കെ വെറും ഷോയാണ് നമ്മുടേത്. ഈ ആരോഗ്യ മേഖല തൊട്ടാലേ അത് കരണ്ട് മാതിരിയാ. കരണ്ടോ? അതെന്താ മാഷെ അങ്ങനെ? എൻ്റെ മോനെ, ഏതെങ്കിലും ഒരു ഡോക്ടർ അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചു, പിന്നെ എൻ്റെ ആരോഗ്യം കേടാണ്. അതിലേ നല്ലത് ഏതെങ്കിലും നല്ല വകുപ്പെടുത്ത് ഒരു മൂലക്കിരിക്കുന്നതല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്തിനാണ് നിങ്ങൾ ചോദിച്ചത്? കുട്ടാ, വിദ്യാഭ്യാസം ഉറപ്പായിട്ടും എനിക്ക് തന്നെ വേണം. എന്നിട്ട് വേണം കുറച്ച് സ്കൂള് എൻ്റെ ആൾക്കാർക്ക് കൊടുക്കണം. എന്നിട്ട് കുറച്ച് തസ്തികകൾ ഉണ്ടാക്കിയെടുത്ത് കുറച്ച് പണം സമ്പാദിക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളാണോ? അല്ല പിന്നെ, വിദ്യാഭ്യാസ മന്ത്രി ഞാൻ തന്നെ. അതല്ല കുട്ടാ, എനിക്കൊരു സംശയമുണ്ട്. 30 MLA-മാരുണ്ട് നമുക്ക്, 6 പേര് മന്ത്രിമാര്. ബാക്കി എത്ര MLA-മാര് ബാക്കി വരും? പറ്റിയ വിദ്യാഭ്യാസ മന്ത്രി.